introducing a new chapter, money market. We all know what is money market. In last class we already discussed about the financial system. Different types of financial system we are introducing. Then today in this class, money market is a part of a type of financial system. In money market, we can say that in money market they are providing short term fund. അതായത് ഒരു മണി മാർക്കറ്റിൽ എപ്പോഴും ഒരു ഷോർട്ട് ടേം ഫണ്ടുകളായിരിക്കും എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലെൻഡിങ് ചെയ്യാം. മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് where money is bought and sold. This each and every organization is doing some economic activity. For sometimes this all organization has to face different liquidity problems. For solving all these liquidity problems, each and every organization depends upon these types of money market. In this money market, they don't want any type of particular place, just like stock market and commodity market. അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പോലെ കമ്മോഡിറ്റി മാർക്കറ്റ് പോലെ ഒരു പെർട്ടിക്കുലർ പ്ലേസ് നമുക്ക് എന്തിനു ആവശ്യമില്ല. ഒരു മണി മാർക്കറ്റിലെ മണി ലെൻഡ് ചെയ്യുകയോ ബോറോ ചെയ്യുകയോ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരു വെന്യൂ ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. So every organization, just like government bodies, corporation and other business entities, financial institutions, each and every organizations need this economic, they are doing some economic activities, and at the same time they face some type of liquidity problems. In that time, this money market help to solve, they use in the form of bridge. എന്താ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് എന്തെങ്കിലും ഒരു ഇതിൽ നിന്ന് കരകയറാനുള്ള ഒരു മാർഗ്ഗമാണ് ബ്രിഡ്ജ്. ജസ്റ്റ് ലൈക്ക് for solving all these liquidity problem, each and every organization depends upon this money market for a short term period. In this short term period, they will get an easy getting of money. There is no any kind of legal formalities and complications. It is an easy way to get money for the needies. ആർക്കാണോ ഫണ്ട് ആവശ്യമുള്ളത് അവർക്ക് എന്ത് ചെയ്യുന്നു, ഏറ്റവും വേഗം ആ ഒരു ഫണ്ട് അവൈലബിൾ ആവുക എന്നുള്ളതാണ് ഈ മണി മാർക്കറ്റ് എന്നുള്ളതിനെ കൊണ്ട് ഏറ്റവും വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മാത്രമല്ല there is no any other formalities, any other place. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും വരുന്നില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു മാർഗത്തിലൂടെ നമുക്ക് ആവശ്യമുള്ള പണം ഏറ്റവും കുറഞ്ഞ പീരീഡിലേക്ക് നമുക്ക് അവൈലബിൾ ആക്കുന്നു. ദിസ് മണി മാർക്കറ്റ് ഹെൽപ്പ് ഈച്ച് ആൻഡ് എവറി ഓർഗനൈസേഷൻസ് ഡു ദെയർ ഫങ്ഷൻസ് വെരി ഈസി. മനസ്സിലായി? ഇങ്ങനെ ഒരു മണി മാർക്കറ്റാണ് ആക്ച്വലി നമ്മുടെ ട്രേഡിനെ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സിസ്റ്റത്തിനെ ആക്ച്വലി പിടിച്ചു നിർത്തുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് money market ആണ്. So we can say that money market have a very good role in our economic development of the world. അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നതിന് വളരെ ഒരു വലിയ ഒരു വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ ദേ ആർ ദ മെയിൻ സെൻട്രൽ പോയിന്റ് ടു കൺട്രോൾ ഓൾ ദ ട്രേഡിംഗ് ഓർ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഇൻ ദ വേൾഡ്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മണി മാർക്കറ്റ് ഓർ മീനിങ് ഓഫ് മണി മാർക്കറ്റ്. എന്താണ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് മണി മാർക്കറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്? മണി മാർക്കറ്റ് ഈസ് എ മെക്കാനിസം ഫോർ ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓഫ് മണി ലെസ് ദാൻ 1 year. ഒരു വർഷത്തിനും കുറഞ്ഞ ഇടയ്ക്ക് നമുക്ക് ഫണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന, കടം വാങ്ങിക്കും കടം കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുന്നത്, മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി മണി മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും എന്താണ് യൂസ് ചെയ്യുന്നത്, ഒരു this is a type of financial market. Here only the financial instruments are traded. In this money market there is no any kind of transaction with this cash or money. In this market, in this money market, only the financial instruments are traded. ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഒരു കാരണവശാലും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും, മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്യാഷാണ് നമ്മൾ, അല്ലെങ്കിൽ ലിക്വിഡ് ഫോം ഓഫ് ക്യാഷാണ് എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വിചാരിക്കും.
പക്ഷേ മണി മാർക്കറ്റിൽ ഒരു കാരണവശാലും ഇതേപോലെയുള്ള ക്യാഷോ അല്ലെങ്കിൽ മണിയോ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമാണ് ഹൈലി ലിക്വിഡിറ്റി ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് എന്തായി ഹൈ ലിക്വിഡിറ്റി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ദാറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. ഒരു ക്യാഷിൻ്റെ ഫോമിലേക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ഏതൊക്കെ ഇൻസ്ട്രുമെൻസിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും വിതിൻ ദ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഷോർട്ട് പീരീഡ് മീൻസ് ലെസ് ദാൻ 1 year. ഈ ഒരു പീരീഡ് ഓഫ് ടൈമിലെ ഹൗ മച്ച് ഈസിലി വി ക്യാൻ കൺവേർട്ട് ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ടു ക്യാഷ്, ലിക്വിഡ് ഫോം ഓഫ് ക്യാഷ്. അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മണി മാർക്കറ്റ് എന്നുള്ളത് കൊണ്ട് എന്താ പറയുക, അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മണി മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ ഇതായിരിക്കും അതിൻ്റെ എക്സാക്റ്റ് മീനിങ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ ഒരു വാട്ട് ഈസ് മണി മാർക്കറ്റ് ഓർ വൈ മണി മാർക്കറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫീച്ചേഴ്സ് ഓഫ് മണി മാർക്കറ്റ്. എന്താണ് മണി മാർക്കറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്? നമുക്കിപ്പോൾ ഇതുവരെ നമ്മൾ മണി മാർക്കറ്റിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും, മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഇറ്റ് ഓൺലി ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്, അല്ലേ? ഷോർട്ട് ടേം ട്രാൻസാക്ഷൻസ്, ഷോർട്ട് ടേം ഫണ്ടുകൾ ഡീൽ ചെയ്യുക മാത്രം ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ദർ ഈസ് നോ നീഡ് ഓഫ് എനി പ്ലേസ് ഫോർ ഡീലിംഗ് ദിസ് മണി മാർക്കറ്റ് ട്രാൻസാക്ഷൻ. ഈ മണി മാർക്കറ്റിൽ നടത്തുന്ന ഒരു ട്രാൻസാക്ഷനും ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആവശ്യമായിട്ട് വരുന്നില്ല. ഇനി അതിൻ്റെ വേറൊരു ഫീച്ചർ നമുക്ക് പറയാൻ പറ്റും, മണി മാർക്കറ്റ് മേ ബി ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ആൻഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. അപ്പോൾ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റും ഉണ്ട്, അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റും ഉണ്ട്. ഇനി അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്. ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് എന്താണ്, അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, അല്ലേ? അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളോ അല്ലാതെ ഓരോ വ്യക്തികൾ പൈസ കടം കൊടുക്കുന്നു. ദീസ് പേഴ്സൺസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് സെക്ടർ. ഇനി RBI എന്താ പറയുന്നത്, ഈ മണി മാർക്കറ്റ് RBI പ്രൊവൈഡ് എ പെർട്ടിക്കുലർ പൊസിഷൻ ടു മണി മാർക്കറ്റ്. മണി മാർക്കറ്റിന് ഒരു പെർട്ടിക്കുലർ പൊസിഷൻ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, RBI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഓൺലി ദ ഷോർട്ട് ടേം പീരീഡ് ട്രാൻസാക്ഷൻസ് ആർ കണ്ടക്റ്റഡ് ഇൻ ദിസ് മണി മാർക്കറ്റ്. ഷോർട്ട് ടേം പീരീഡിലേക്കുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്, മണി മാർക്കറ്റിൽ എപ്പോഴും നടക്കുന്നത്. അതുപോലെ തന്നെ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് മണി മാർക്കറ്റ് ഷുഡ് ബി ഡിസൈഡഡ് ഇൻ ദിസ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഇൻട്രസ്റ്റിനെ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി മാർക്കറ്റാണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മണി മാർക്കറ്റ്. മനസ്സിലായോ? നെക്സ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് മണി മാർക്കറ്റ്. എന്താണ് മണി മാർക്കറ്റ് കൊണ്ടുണ്ടാവുന്നത് പ്രധാന ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് പറയുന്നത് ഷോർട്ട് ടേം സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ്. ഷോർട്ട് ടേം സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് ആർ ബ്രിഡ്ജ്ഡ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ബോത്ത് പാർട്ടീസ്. അതായത് ബോത്ത് പാർട്ടീസ് ആരാണോ കടം കൊടുക്കുന്നത്, കടം കൊടുക്കുന്നവർക്കും കടം വാങ്ങുന്നവർക്കും ഒരുപോലെ ഹെൽപ്ഫുള്ളാണ് മണി മാർക്കറ്റിലൂടെ ഈ ഫണ്ട് കൊടുക്കുന്നതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മണി മാർക്കറ്റ് പ്രൊവൈഡ് ആൻ ഈസി അല്ലെങ്കിൽ വെരി ലോ ഇൻട്രസ്റ്റ് ടു ദ ബോറോവർ. ബോറോവർക്ക് ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഫണ്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, മണി മാർക്കറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വേറൊരു ഒബ്ജക്റ്റീവ് പറയാൻ പറ്റുന്നതാണ് മണി മാർക്കറ്റ് ഹെൽപ്സ് ദ ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഫോർ എ ഷോർട്ട് ടേം പീരീഡ്. ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നു. കാരണം ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിസ്റ്റമാണ് മണി മാർക്കറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും മണി മാർക്കറ്റ് ചാനലൈസ് ദ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ടു സേവിങ് ദെയർ എന്താ പറയുക പ്രോഡക്ട്സ് ഓർ പർപ്പസ്. അവരുടെ പ്രൊഡക്റ്റുകൾ അവരുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ത്രൂ മണി മാർക്കറ്റ് റിസർവ് ബാങ്ക് ക്യാൻ ഹോൾഡ് ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് ഓഫ് മണി ട്രാൻസാക്ഷൻ. മനസ്സിലായോ? അപ്പോൾ റിസർവ് ബാങ്കിന് മണി മാർക്കറ്റിലൂടെ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും ആർക്കൊരു കണ്ണുണ്ടാവും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മണി മാർക്കറ്റ്. ഇതൊക്കെയാണ് മണി മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ
ഇതുവരെ നമ്മൾ എന്താണ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു. മണി മാർക്കറ്റിൻ്റെ മെയിൻ ഫോർ വാട്ട് പേർപ്പസ് വി ആർ ഡൂയിങ് ദിസ് ടൈപ്പ് ഓഫ് മണി മാർക്കറ്റ് ഫെസിലിറ്റീസ് അത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സും പറഞ്ഞു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്താ പറയുക, ഫീച്ചേഴ്സ് ഓഫ് ഡെവലപ്ഡ് മണി മാർക്കറ്റാണ്. അടുത്ത ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് ഡെവലപ്ഡ് മണി മാർക്കറ്റ്. ഫീച്ചേഴ്സ് ഓഫ് ഡെവലപ്ഡ് മണി മാർക്കറ്റ്. ഡെവലപ്ഡ് മണി മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് മണി മാർക്കറ്റാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഡെവലപ്ഡ് മണി മാർക്കറ്റ്. ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി എന്താ പറയുക, വൈഡായിട്ടുള്ള രീതിയിലുള്ള ഒരു മണി മാർക്കറ്റ് സിസ്റ്റം. ഇതിൽ ഒരു വെൽ ഡെവലപ്ഡ് മണി മാർക്കറ്റ് സിസ്റ്റം ഈസ് ഹെൽപ്പ് ടു ഇംപ്രൂവ് ഡെവലപ്പിംഗ് ദ ഇക്കോണമി. ഒരു ഇക്കോണമിയെ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു വെൽ ഡെവലപ്ഡ് മണി മാർക്കറ്റിന് സാധിക്കും എന്നാണ് പറയുന്നത്. എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എ വെൽ ഡെവലപ്ഡ് മണി മാർക്കറ്റ് ഈസ് UK മണി മാർക്കറ്റ്. UK മണി മാർക്കറ്റാണ് ഒരു വേൾഡ് ലെവലിൽ തന്നെ ഒരു വലിയൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് നമ്മുടെ മണി മാർക്കറ്റിനൊരു മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് എ വെൽ ഡെവലപ്ഡ് ബാങ്കിങ് സിസ്റ്റം. എന്താ ഒരു ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണോ ദ പേഴ്സൺ ഹൂ ഹാവ് സർപ്ലസ് ഫണ്ട് ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ എ പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ പേഴ്സൺ ഹൂ നീഡ് ഫണ്ട് ദേ ആർ ബോറോയിങ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, വിത്ത് എ പെർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യുന്നു, പണം ആവശ്യമുള്ളവരെ, കൂടുതൽ സർപ്ലസ് ഫണ്ടുള്ളവരെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിൽ നിന്ന് ആവശ്യക്കാർ ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ട് ആ ഫണ്ട് കടമെടുക്കുകയും ചെയ്യുന്നു. ദിസ് ഈസ് ദ ആക്ച്വൽ ബാങ്കിങ് സിസ്റ്റം. സോ മണി മാർക്കറ്റ് ഈസ് ആക്ട് ആസ് എ ബാങ്കിങ് സിസ്റ്റം. എന്തുകൊണ്ടാണ്, അതായത് ആർക്കാണോ ദ പേഴ്സൺ ഹൂ നീഡ്സ് മണി, ത്രൂ ദിസ് മണി മാർക്കറ്റ് ദേ ആർ ഗെറ്റിംഗ് മണി വിത്ത് എ മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് മണി മാർക്കറ്റ് ഈസ് എ ബാങ്കിങ്, ജസ്റ്റ് ലൈക്ക് എ ബാങ്കിങ് സിസ്റ്റം. ഒരു ബാങ്കിങ് സിസ്റ്റം ആയിട്ട് നമുക്കതിനെ പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് പറയുന്നത് ഇറ്റ് പ്രസൻസ് ഓഫ് എൻ ഇഫക്റ്റീവ് സെൻട്രൽ ബാങ്ക്. ഇനി ഒരു സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈച്ച് ആൻഡ് എവറി നേഷൻ ഹാവ് എവറി കൺട്രി ഹാസ് എ സെൻട്രൽ ബാങ്ക്. നമ്മുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലേ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്. Central bank have the controlling power of all the commercial bank and all അല്ലെങ്കിൽ central bank have the controlling power of commercial bank and other financial institutions. ഓരോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഓരോ കമേഴ്ഷ്യൽ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. അതായത് RBI ആണ് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് കമ്മിങ് അണ്ടർ അവർ സെൻട്രൽ ബാങ്ക്. അപ്പോൾ ഇത് ഈ മണി മാർക്കറ്റിലൂടെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസിനെയും ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? റിസർവ് ബാങ്ക് ആൻഡ് കൺട്രോൾ. മനസ്സിലായോ? അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. അടുത്തത് അവൈലബിലിറ്റി ഓഫ് too many credit instruments and sufficient agents. ഇനി through this money market we are dealing, അല്ലെങ്കിൽ ഈ മണി മാർക്കറ്റിൽ എപ്പോഴും എന്താണ് കൂടുതൽ ഡീൽ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് വേണ്ടിയിട്ട് ഹൈലി ലിക്വിഡിറ്റി ഉള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ്? ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻ കൂടുതലായിട്ടും ഈ മണി മാർക്കറ്റിലൂടെ ചെയ്യുന്നത്. അതായത് ട്രഷറി ബില്ല്, കമേഴ്ഷ്യൽ പേപ്പർ, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമുക്ക് ഈ മണി മാർക്കറ്റിൽ കൂടുതൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സബ് മാർക്കറ്റ്. ഇതൊരു സബ് മാർക്കറ്റ്, അതായത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, പല മാർക്കറ്റുകളുടെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സബ് മാർക്കറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഡീലിംഗ് വിത്ത് സ്പെഷ്യലൈസിങ് സം പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ്. ഇവിടെ
ഒരു പ്രത്യേക തരത്തിലുള്ള ചില ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമാണ്, എന്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതും ഒരു ഡെവലപ്പിംഗ് മണി മാർക്കറ്റിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയാൻ പറ്റും. ഇനി അവൈലബിലിറ്റി ഓഫ് സിമ്പിൾ റിസോഴ്സസ്. ഇനി നമുക്ക് ഈ മണി മാർക്കറ്റിൽ ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിൽ എപ്പോഴും എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഫണ്ടിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ സിമ്പിൾ പ്രൊസീജിയറുകളിലൂടെ നമുക്ക് അവൈലബിൾ ആവുന്നു. അതുപോലെ ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഇല്ലാതെ വളരെ സിമ്പിൾ പ്രൊസീജിയറുകളിലൂടെ ഒരു ബോറോവർക്ക് ഫണ്ട് ഈസി ആയിട്ട് അവൈലബിൾ ആക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഇനി ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അതായത് ഈച്ച് ആൻഡ് എവരി മണി മാർക്കറ്റ് ഹാവ് വോൺ എ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി നിർബന്ധമായിട്ടും ഇതിനുണ്ടായിരിക്കണം. ഇനി അടുത്തതാണ് എന്താ പറയുക, ഇൻ്റഗ്രേറ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓരോ സ്ഥലത്തും ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കില്ല. ഒരു ഇൻ്റഗ്രേറ്റഡ് എല്ലാ മണി മാർക്കറ്റുകൾ തമ്മിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഈ എല്ലാ മണി മാർക്കറ്റുകളും ഒരു ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും എപ്പോഴും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് ഓഫ് ഡെവലപ്ഡ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഡെവലപ്ഡ് മണി മാർക്കറ്റിൻ്റെ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റ്. എന്താണ് മണി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്, പ്രാധാന്യം എന്താണ് എന്നാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇക്കോണമി നീഡ്സ് എ വെൽ ഡെവലപ്ഡ് മണി മാർക്കറ്റ് സിസ്റ്റം. നല്ല ഒരു ഡെവലപ്പായിട്ടുള്ള ഒരു എന്താ പറയുക, ഇക്കോണമി വേണമെങ്കിൽ ഒരു നല്ല ഡെവലപ്ഡ് മണി മാർക്കറ്റ് നിർബന്ധമായിട്ടും ആവശ്യമാണ്. ഇൻഡസ്ട്രിയൽ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടർ, ഈവൻ ഇൻ സം ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഓൾസോ. ദീസ് ഓൾ എൻറ്റിറ്റീസ് ഹാവ് some kind of financial deficit. For solving all these problems, they depend this type of money market. അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളും, whether it is government institutions or it is private or public institutions, whatever it may be, they all face some types of financial crisis. For solving all those crises, they will enter or they will depend this type of money market. In this money market, they will get easily they can available fund with small interest. ഇത് ഒരു മണി മാർക്കറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ സ്ഥാപനങ്ങൾക്കും ഒരു ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ? എപ്പോഴും ഒരു സ്ഥാപനത്തിലെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലിക്വിഡ് ഫോം ഓഫ് ക്യാഷ് അല്ലേ. അതായത് an organization want to face the day-to-day expenses that must be in the form of cash. അപ്പോൾ ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? എവറി ഓർഗനൈസേഷൻസ് ക്യാൻ ഡിപ്പെൻഡ്സ് ദിസ് മണി മാർക്കറ്റ്. ഒരു മണി മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി commercial bank, this type of commercial bank also sometimes they will face surplus and sometimes they have some kind of deficit. So in these cases, these commercial bank will depends this money market system for in case of surplus or deficit cases. അപ്പോൾ ഈ രണ്ട് സമയത്തും സർപ്ലസ് ആവുകയാണെങ്കിലും ഡെഫിസിറ്റ് ആവുകയാണെങ്കിലും അവരാരെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്? മണി മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൊബിലൈസേഷൻ ഓഫ് ഫണ്ട് ഈസ് ഈസിലി ഡൂയിങ് വിത്ത് ദിസ് മണി മാർക്കറ്റ്. അതായത് ഫണ്ടിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങളായാലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ബാങ്കുകളായാലും, സംടൈംസ് ദ കമേഴ്സ്യൽ ബാങ്ക് ഓൾസോ നീഡ് ദിസ് ടൈപ്പ് ഓഫ് ഹെൽപ്പ് ഫ്രം മണി മാർക്കറ്റ്. അപ്പോൾ മണി മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെയുള്ള ഏത് സ്ഥാപനങ്ങൾക്കും ഫണ്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫണ്ട് മൊബിലൈസേഷന് വേണ്ടിയിട്ട് ദേ ആർ ഡിപ്പെൻഡിങ് ദിസ് ടൈപ്പ് ഓഫ് മണി മാർക്കറ്റ്. അങ്ങനെ മണി മാർക്കറ്റിനെ അവർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി ഒരു വെൽ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ്
ഇറ്റ് ഹെൽപ്പ് ടു ഡെവലപ്പ് എ ക്യാപിറ്റൽ മാർക്കറ്റ് ഓൾസോ. നമുക്കറിയാൻ പറ്റും ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാരണവശാലും അതൊരു ഷോർട്ട് പീരീഡിലേക്ക് ആവില്ല. ക്യാപിറ്റലിന് പറയുമ്പോൾ എപ്പോഴും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഫോർ ദ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ സംടൈംസ് ദേ വിൽ ഓൾസോ ഡിപ്പെൻഡ് ദിസ് മണി മാർക്കറ്റ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ മണി മാർക്കറ്റിൻ്റെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത് എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മണി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത പോയിന്റ് നമുക്ക് പറയാൻ പറ്റും, ആൻ എഫിഷ്യൻറ്റ് മണി മാർക്കറ്റ് ഈസ് എ മസ്റ്റ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള മണി മാർക്കറ്റ് ഒരു ട്രേഡിനെയും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയുടെയും ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി വേറൊന്നും കൂടെ പറയാൻ പറ്റും, പ്രസൻസ് ഓഫ് മണി മാർക്കറ്റ് ഹെൽപ്സ് സെൻട്രൽ ബാങ്ക് ടു മേക്ക് ഇറ്റ്സ് മോണിറ്ററി മെഷേഴ്സ് ഇഫക്റ്റീവ്. അവരുടെ മോണിറ്ററി കാര്യങ്ങൾ എല്ലാം വളരെ ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകാനും കൺട്രോൾ ചെയ്യാനും സെൻട്രൽ ബാങ്കിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, മണി മാർക്കറ്റാണ്. അപ്പോൾ മണി മാർക്കറ്റിൻ്റെ എന്താ പറയുക, എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് മണി മാർക്കറ്റിനുള്ളത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ മണി മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു, മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഫോർ വാട്ട് പർപ്പസ് മണി മാർക്കറ്റ് ഇൻട്രൊഡ്യൂസിങ്, എന്തിനു വേണ്ടിയിട്ടാണ് മണി മാർക്കറ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മണി മാർക്കറ്റ് എന്താ അത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ്, അതുപോലെ തന്നെ എന്താ പറയുക, ഡെവലപ്ഡ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഡെവലപ്ഡ് മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം. അതിന് മുന്നേ ഈ പറയുന്ന കാര്യങ്ങളിൽ ക്ലാസ്സുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവേദിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ പറയുന്ന നോട്ട്സും കാര്യങ്ങളും എഴുതുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.